മൊസാദിന്റെ തലപ്പത്ത് ഇന്റലിജൻസ് പശ്ചാത്തലമില്ലാത്ത ഒരാളോ, മൂക്കത്ത് വിരൽ വെച്ച് ഇസ്രയേലികൾ. എന്നാൽ നെതന്യാഹുവിന് തെല്ലും കുലുക്കമില്ല. നെതന്യാഹുവിന്റെ തീരുമാനം തെറ്റല്ല എന്ന് അദ്ദേഹത്തിന്റെ നിലപാട് ലോകമെമ്പാടുമുള്ള അന്വേഷണ ഓപ്പറേഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രശസ്തി നേടിയ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന് ഒരു പുതിയ വഴി തെളിയിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ സൈനിക സെക്രട്ടറി മേജർ ജനറൽ റോമാൻ ഗോഫ്മാനെയാണ് മൊസാദിന്റെ അടുത്ത തലവനായി പ്രഖ്യാപിച്ചത്. 2026 ജൂണിൽ 5 വർഷത്തെ കാലാവധി അവസാനിക്കുന്ന നിലവിലെ മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയയ്ക്ക് പകരക്കാരനാണ് മേജർ ജനറൽ റോമൻ ഗോഫ്മാൻ. നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചതാണ് ഈ വിവരം. അതേസമയം വിദേശത്ത് ചാരപ്രവർത്തനങ്ങൾ നടത്തുന്ന ലോകപ്രശസ്തമായ ഏജൻസി തന്നെയാണ് മൊസാദിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഗോഫ്മാൻ ഇന്റലിജൻസ് മേഖലയിൽ യാതൊരു പശ്ചാത്തലവുമില്ലാത്ത വ്യക്തിയാണ് എന്നതാണ് ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത്. 1976 ബെലാറസിലാണ് ഗോഫ്മാൻ ജനിച്ചത്. 14-ാം വയസ്സിൽ ഇസ്രയേലിലേക്ക് താമസം മാറി.